നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന് ആയിരങ്ങൾ സാക്ഷിയായി. സാക്ഷാൽ വെടിക്കെട്ട് 7-ന് പുലർച്ചെ. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ദേവസ്വങ്ങളും ഒരുങ്ങിയതായി മന്ത്രിമാർ. തിരുവമ്പാടി പാറമേക്കാവ് ചമയ പ്രദർശനം മന്ത്രിമാരായ സുരേഷ് ഗോപി, കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പുത്തൻകാട് മുത്താർകുന്ന് ശ്രീ മുത്താർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെയും ഗുരുതി മഹോത്സവത്തിന്റെയും കൊടിയേറ്റ ചടങ്ങ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് സാമ്പിൾ വെടിക്കെട്ട് കാണുവാൻ 10,000 സ്വരാജ് റൗണ്ടിൽ തിങ്ങി നിറഞ്ഞു. ആദ്യം തിരുവമ്പാടി വിഭാഗവും പിന്നെ പാറമേക്കാവും സാമ്പിൾ തിരികൊളുത്തി. വെടിക്കെട്ട് പ്രേമികളും മനവും മിഴിയും നിറഞ്ഞ വെടിക്കെട്ട് ആസ്വാദകരായി. 7-ന് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിലാണ് പൂരം വെടിക്കെട്ടിന്റെ പലതും ഒളിച്ചു വെച്ചിട്ടുള്ളത്. അത് കാണാനും നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരും.
ഏറ്റവും ഭംഗിയായി വിജയകരമായി നടത്തുന്നതിന് വേണ്ടി സർക്കാരും ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ദേവസ്വങ്ങളും എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൂരം മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ എം.കെ. വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ. ഇളങ്കോ, എ.ഡി.എം. മുരളി ടി, സബ് കളക്ടർ അഖിൽ വി. മേനോൻ തുടങ്ങിയവർ രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു. പൂരം മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിവിധ യോഗങ്ങളിലെടുത്ത തീരുമാനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഭംഗിയായി നടപ്പിലാക്കുന്നുണ്ടെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. വനിതാ പോലീസ് ഉൾപ്പെടെ 4000-ഓളം പോലീസുകാരെ വിന്യസിക്കും. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് എക്സൈസും പോലീസും സംയുക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. അധിക ഗതാഗത സംവിധാനം ഏർപ്പെടുത്തുവാൻ കെ.എസ്.ആർ.ടി.സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തും. മെയ് 6-ന് തൃശൂർ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകൾക്കും ഇവിടെ സമയബന്ധിതമായി സ്റ്റോപ്പ് അനുവദിക്കുവാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്കമാലി തൃശൂർ ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂരം ദിനത്തിൽ നിർത്തിവെക്കുവാൻ NHAയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി. ശുചിത്വ മിഷനുമായി സഹകരിച്ച് പൂരം കഴിഞ്ഞ് നഗരത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കോർപ്പറേഷന്റെ കീഴിലുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി. കുടിവെള്ള വിതരണം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജിയും ചേർന്ന് സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധനകൾ നടത്തിവരുന്നു. ആനകളുടെ പരിപാലനത്തിനായി ആനപരിപാലന സംഘവും വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘവും പൂർണ്ണ സജ്ജരാണ്. മതസ്പർദ്ധയുണർത്തുന്നതും രാഷ്ട്രീയ പ്രേരകവുമായ ചിഹ്നങ്ങൾ, കൊടികൾ, മുദ്രാവാക്യങ്ങൾ തുടങ്ങിയവ യാതൊന്നും പൂരത്തിന്റെ ഭാഗമായി ഉപയോഗിക്കരുതെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഫയർഫോഴ്സിന്റെ വനിതാ പുരുഷ ഉദ്യോഗസ്ഥരെയും കൃത്യനിർവഹണത്തിന് നിയോഗിക്കും. DMOയുടെ നേതൃത്വത്തിൽ ആംബുലൻസോടുകൂടിയ മെഡിക്കൽ ടീം സജ്ജമാണെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വെടിക്കെട്ട് കാണുന്നതിന് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് നടപ്പിലാക്കുമെന്നും മന്ത്രി കെ. രാജൻ പറഞ്ഞു. രാത്രി പൂരം കടന്നുപോയതിനു ശേഷം മാത്രമേ പോലീസ് വെടിക്കെട്ടിനായുള്ള നിയന്ത്രണം കൊണ്ടുവരികയുള്ളൂ. ഉഷ്ണതരംഗം കണക്കിലെടുത്ത് ആവശ്യത്തിന് വേണ്ട സ്ട്രക്ചറുകളും ആംബുലൻസുകളും തയ്യാറാക്കിയിട്ടുണ്ട്. DMOയുടെ സ്റ്റിക്കർ പതിപ്പിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ പൂരം നഗരിയിലേക്ക് പ്രവേശനമുണ്ടാകൂവെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണയും ടൂറിസ്റ്റുകൾക്ക് പൂരം ആസ്വദിക്കുവാൻ ഗാലറി ഒരുക്കിയിട്ടുണ്ട്. മെയ് 6-ന് ഉച്ചയ്ക്ക് 12 വരെ DTPC ഓഫീസിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുടമാറ്റം കാണുവാൻ സൗകര്യമൊരുക്കും. പൂരം കളറാക്കുവാൻ സർക്കാരും ജില്ലാ ഭരണകൂടവും സർവ്വസജ്ജമാണെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. പൂരം ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്നതിന് തെളിമയാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ. ബിന്ദുവും പറഞ്ഞു. ആവശ്യമായ നിയമോപദേശങ്ങൾ തേടിയ ശേഷമാണ് ഓരോ നടപടിയും സ്വീകരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒന്ന്, ഫിറ്റ്നസ് കെട്ടിടങ്ങളെ പരിശോധിക്കുക. കെട്ടിടങ്ങളുടെ വട്ടപ്പാവിലൊക്കെ കയറിയിരുന്ന് വെടിക്കെട്ട് കാണാനൊക്കെ പോകുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ പരിശോധന. മരച്ചില്ലകൾ കടന്നു വീഴായതായോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, വെട്ടിക്കളയാണെന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദാഹജലം കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. കോർപ്പറേഷൻ അതുപോലെ ശുചിത്വ മിഷൻ ചേർന്നുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂരത്തിന് മുമ്പും പിൻപും കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. പൂരം കഴിഞ്ഞാൽ നഗരം ഏറ്റവും ഭംഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കാലക്കൂട്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന റോഡുകളൊക്കെ തന്നെ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ച കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ കാര്യവും അവർ സൂചിപ്പിച്ചിരുന്നു. ദാഹജലം കൊടുക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി അവർക്ക് വാട്ടർ റിസോഴ്സ് ഉണ്ടാക്കി കൊടുക്കും. അത് സർവീസ് ചെയ്യുന്നതെല്ലാം കോർപ്പറേഷൻ ആയിരിക്കും. അതിനാവശ്യമായ തീരുമാനങ്ങൾ കൃത്യമായി മുന്നെടുക്കുകയുണ്ടായി. പിന്നീട് KSEBയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെടാതിരിക്കാനും എല്ലാ ഘട്ടങ്ങളിലും സപ്ലൈ നമുക്ക് കിട്ടാൻ തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ചെയ്യാൻ പ്രത്യേകമായി തീരുമാനമെടുക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ പൂര ദിവസവും വലിയ ജനതപരമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഭക്ഷണ വിഭവങ്ങളിൽ കലർത്തുകൾ ചേർത്തും അതുപോലെ മറ്റു പല കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കൊണ്ട് വിപണനം നടത്തുന്ന അന്തരീക്ഷം ഉണ്ടാകും. അത് കാലകൂട്ടി പരിശോധിക്കാൻ വേണ്ടി
ഭക്ഷ്യവകുപ്പിന്റെ സ്ക്വാഡുകൾ നേരത്തെ അങ്ങ് തീരുമാനിച്ചിരുന്നു. അവർ തുടർന്ന് പരിശോധന നടത്തി അതിൽ നല്ല രൂപത്തിലുള്ള ഒരു ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ലീഗൽ മെട്രോളജി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്നതിന് സംയുക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അത് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ രംഗത്ത് ആനയെ പരിപാലിക്കുന്ന രംഗത്ത് രണ്ട് കൂട്ടരുണ്ട്. നാട്ടാന പരിപാലന സംഘമുണ്ട്. അതുപോലെ തന്നെ ആനയെ ചികിത്സിക്കുന്ന രംഗത്ത് വെറ്ററിനറി സർജന്മാരുടെ സേവനത്തിന്റെ പ്രശ്നമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ അവർ ആവശ്യമുള്ള മുഴുവൻ ഡോക്ടർമാരെയും ഇപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ടീം വർക്ക് അവർ ആരംഭിച്ചു കഴിഞ്ഞു. ആവശ്യമായ വെറ്ററിനറി സർജന്മാരുണ്ടാവും, നാട്ടാന പരിപാലന സംഘം ഉണ്ടാവും. അവർ കൃത്യമായി പരിശോധിച്ച് ആനകൾക്ക് തീറ്റയും വെള്ളവും സമയാസമയത്ത് കൊടുക്കാനും ചൂടുള്ള സമയത്ത് ചാക്കുന്നതനുസരിച്ച് നിർത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ അവർ ഉറപ്പാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൃശൂർ പൂരത്തിനോട് അനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തലയുയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ, തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴി തുറക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരപ്രേമികളിലേക്ക് എത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭാവാനന്ദ, ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷവും തിരുവേനി ഒരു ടിന്ന് എണ്ണ വെളിച്ചെണ്ണ ഇവിടെ നമുക്ക് സംഭാവന ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ചടങ്ങാണ് നടക്കുന്നത്. വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അങ്ങോട്ട് നോക്കും നോക്കിയോ അങ്ങോട്ട് നടക്കണം ഇത് നല്ലത് അവർ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷേ പൂരം കണ്ടിട്ടില്ല. പൂരം ടി വിയിൽ തന്നെയാണ് കണ്ടത്. വെടിക്കെട്ടും എവിടെയോ ദൂരത്തിരുന്ന് അതിൻ്റെ ശബ്ദം മാത്രമാണ് കേട്ടത്. ഇപ്രാവശ്യം മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന് എത്രയും അടുത്ത് നിന്ന് അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന
അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു എന്താണ്, തൃശ്ശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നുകർന്ന് അനുഭവിക്കാൻ വേണ്ടി അവസ്ഥ, അതായത് ഒരു MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന അവസ്ഥ പൂരം കാണാൻ കഴിയുന്ന ഏതെങ്കിലും കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്? ഇതിന് മുൻപ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലേ വരുമെന്ന് വിചാരിച്ചതല്ലല്ലോ. ഒരു കണക്കിനത് നല്ലതാണ്. പക്ഷെ അത് ഏതൊക്കെയാണ് അതിൻ്റെ പ്രദേശങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അത് അദ്ദേഹവുമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കാണുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറയും. പൂരത്തിലെ ചില അവകാശങ്ങളും ചില നമുക്കൊരിക്കലും നീക്കി വയ്ക്കാൻ പറ്റുന്ന ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമാവില്ല. അല്ലെങ്കിൽ അത് നല്ലതാണ്. ഇത് സമൂഹത്തിൻ്റെ സ്വത്താണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിന് നിരക്കുന്നതായ തരത്തിൽ പ്രദർശന നഗരി എന്ന് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നത് ഒരു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്നതിന് അത് വളരെ നല്ലതാണ്. പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു. മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത്. അതിപ്പോൾ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും. ആ മൊഴി ഈ പൂരത്തിൻ്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അതിലൊരു പ്രത്യേകതയില്ല. ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു മൊഴി പുറത്തു വരേണ്ട സമയം ഏതാണ്, പുറത്ത് കൊണ്ടുവരാൻ നിശ്ചയിക്കുന്ന സമയം ഏതാണെന്നൊക്കെ ഓരോരുത്തരും അജണ്ട തീരുമാനിക്കും. ഇപ്പോൾ വന്ന കാര്യത്തിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മൊഴി കൊടുത്തു എന്നുള്ളതിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓരോ ചാനലുകളും പറയുന്ന കാര്യങ്ങൾ ഞാൻ വായിച്ചില്ലല്ലോ. രാവിലെ തൊട്ട് ഞാൻ ഘടകപുരങ്ങളിലേക്ക് പോയൊക്കെ അല്ലായിരുന്നത്. പിന്നെ മൊഴി കൊടുത്തത് എന്താണെന്ന് മൊഴി വായിച്ചു കേട്ട് ഒപ്പിട്ട് കൊടുത്ത ആൾക്കറിയാലോ. ആ മൊഴി കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മൊഴി എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാനിങ്ങനെ പറയാം. ഓരോ ചാനലുകളിലും ഓരോന്ന് എഴുതി കാണിച്ചു. എൻ്റെ മൊഴി ഏതാണെന്ന് മൊഴി ഏറ്റുവാങ്ങിയവർക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിയപ്പോൾ വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ഏഷ്യാനെറ്റിന് ഇത് പിടിച്ച ആൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രമാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ കാര്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ പോകേണ്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തൃശ്ശൂരിൽ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ പൂരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ കമ്മീഷനാണ്. അവരാ കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇപ്പോൾ അത് സംബന്ധിച്ച ഒരു വിവാദത്തിനും ഇടയില്ല. തൃശ്ശൂർ ഇപ്പോൾ ഒറ്റ മനസ്സായി, നിങ്ങൾ ഉൾപ്പെടെ ഒറ്റ മനസ്സായി 7-ാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്ന നേരം വരെ തൃശ്ശൂരിൽ 2025 പൂരമാണ്. ഉപചാരം ചൊല്ലി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. 26 പൂരമാണ്. തൃശൂർ പൂരം സുരക്ഷയും ക്രമസമാധാനവും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തൃശൂർ പൂരത്തിന് മുന്നോടിയായി നഗരത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കുമായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പൂരം ദിവസങ്ങളിലെ എല്ലാ ചടങ്ങുകളും നിശ്ചിത സമയത്തിൽ ആരംഭിച്ച് നിശ്ചിത സമയത്ത് തന്നെ അവസാനിപ്പിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി, ഹൈക്കോടതി വിധികളും സംസ്ഥാന സർക്കാർ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. മതപ്പാടുള്ളതോ നീരുള്ളതോ സ്വതവേ വികൃതികളോ വെടിക്കെട്ട് നടത്തുമ്പോൾ വിരണ്ട് ഓടുന്നതോ ആയ ആനകളെ പൂരം നടക്കുന്ന ദിവസങ്ങളിൽ നഗരത്തിനകത്ത് പ്രവേശിപ്പിക്കുന്നതിനും എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പോലീസ്, വനം വകുപ്പ്, വെറ്ററിനറി വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കണം. പാപ്പാന്മാരല്ലാത്തവർ ആനകളെ നിയന്ത്രിക്കരുത്. ആനകൾക്ക് ഭീഷണിയുണ്ടാകുന്ന വാഹനങ്ങൾ, ഡ്രോണുകൾ, ലേസർ ലൈറ്റുകൾ, വലിയ ബലൂണുകൾ തുടങ്ങിയവയും പൂരം നടക്കുന്ന ദിവസങ്ങളിൽ നിരോധിച്ചു. പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലൊന്നായ പൂരമൈതാനത്തിന് ചുറ്റുമുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളും ശിഖരങ്ങളും നീക്കം ചെയ്യണമെന്നും ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളിൽ ആളുകളെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലെന്നും ഉത്തരവിൽ പറയുന്നു.
ആവശ്യമെങ്കിൽ മറ്റ് കെട്ടിടങ്ങളിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് മെയ് 4 വൈകിട്ട് 7 മുതൽ 9 മണിവരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുഖ്യ വെടിക്കെട്ട് മെയ് 7 പുലർച്ചെ 3 മുതൽ 6 മണിവരെയും പകൽ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ടിന് മെയ് 7 ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണിവരെയുമാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. കണിമംഗലം ഘടകപൂരം രാവിലെ 7:30 വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രവേശിക്കും. അതിനുശേഷം മറ്റുള്ള ഘടകപൂരങ്ങളും എഴുന്നള്ളിപ്പുകളും യഥാക്രമം നിശ്ചിത സമയങ്ങളിൽ മൈതാനത്തേക്ക് പ്രവേശിക്കും. മെയ് 6 രാത്രി മുതൽ മെയ് 7 ഉച്ചവരെയുള്ള നിശ്ചിത സമയങ്ങളിലായി വിവിധ ഘടകപൂരങ്ങൾ മടങ്ങും. പൂരം നടത്തിപ്പ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം ജനസുരക്ഷയും മുൻനിർത്തണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ പൂരം വിളംബരം ജില്ലാ കളക്ടറും സംഘവും 34 കിലോമീറ്റർ സൈക്കിൾ റാലി നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെയും തൃശൂർ സൈക്ലിസ്റ്റ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിന് മുന്നോടിയായി പൂരവിളംബരം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് സൈക്കിളിൽ റാലിയിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടറും സംഘവും 50ലേറെ സൈക്കിളുകളിൽ ഘടകപൂരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 11 ക്ഷേത്രങ്ങളിലൂടെ ഏകദേശം 34 കിലോമീറ്റർ സഞ്ചരിച്ചു. രാവിലെ 5:30 വടക്കുനാഥൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി തൃശൂർ പൂരത്തിന്റെ പ്രധാന ക്ഷേത്രങ്ങളായ പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളും കണിമംഗലം ശാസ്താ ക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്തിയായനി ക്ഷേത്രം, അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രം, ചൂരക്കൂട്ടുകാവ് ഭഗവതി ക്ഷേത്രം, കുറ്റൂർ നെയ്തിലക്കാവിലമ്മ, ചെമ്പൂക്കാവ് കാർത്തിയായനി ക്ഷേത്രം, പനമുക്കുപിള്ളി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തുടങ്ങി ഘടകപൂരം നടക്കുന്ന ക്ഷേത്രങ്ങളിലൂടെയും സഞ്ചരിച്ച് തിരിച്ച് രാവിലെ 8:30 തെക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്നു. തൃശൂർ പൂരം മദ്യം ലഹരി വിൽപ്പന നിരോധിച്ചു. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് മെയ് 5 രാത്രി 11 മുതൽ മെയ് 7 ഉച്ചയ്ക്ക് 2 വരെ തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകൾ, കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ തുടങ്ങിയവ പൂർണ്ണമായും അടച്ചിടുന്നതിനും മദ്യവും ലഹരി വിൽപ്പനയും നിരോധിച്ചും ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. അബ്കാരി ആക്ടിലെ 54-ാം വകുപ്പ് പ്രകാരമാണ് ഉത്തരവ്. ഉത്തരവ് നടപ്പിൽ വരുത്തുന്നുണ്ടെന്ന് പോലീസ്, എക്സൈസ് വകുപ്പുകൾ ഉറപ്പാക്കണം. പൂരത്തിനോടനുബന്ധിച്ച് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് മൂലം വ്യാജ മദ്യ നിർമ്മാണത്തിനും വിതരണത്തിനും വിൽപ്പനയ്ക്കും ഇടയാക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കുന്നതിന് എക്സൈസ്, പോലീസ് അധികാരികൾക്ക് ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ?
മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഒല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ വൈകുന്നേരത്തോടെ പള്ളിയിൽ എത്തി സമാപിക്കും. ഞായറാഴ്ച നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ റിൻസ് വെട്ടുവയലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ ജോൺസൺ ആവോക്കാരൻ, കൈക്കാരന്മാരായ വില്യം ജോസ്, ഐഷൻ ജോസഫ്, സെബാസ്റ്റ്യൻ KF, തോംസൺ തരകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച മരിച്ചവർക്കുള്ള പ്രത്യേക കുർബാന വൈകിട്ട് ഓച്ചിറ തിരുവരങ്ങിന്റെ ആകാശം വരയ്ക്കുന്നവർ എന്ന നാടകം ഉണ്ടായിരിക്കും. ഒരുമ പറവട്ടാനി ഫെസ്റ്റ് 2K25 പറവട്ടാനി ചുങ്കം സെന്ററിൽ ഡെപ്യൂട്ടി മേയർ MR റൂസ്ലി ഉദ്ഘാടനം ചെയ്തു. രാജൻ ജെ പല്ലൻ അധ്യക്ഷം വഹിച്ചു. ഒരുമ ആദരം കിഴക്കൂട്ട് അനിയന്മാരാർ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CD ഫ്രാൻസിസ്, മിമിക്രി അവാർഡ് ജേതാവ് കലാഭവൻ സലീം തുടങ്ങിയവർ ഏറ്റുവാങ്ങി. കൗൺസിലർമാരായ മേഴ്സി ജോൺ, മേഫി ഡെൽസൺ, സുനിത വിനോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് CK ഫ്രാൻസിസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിൻസെന്റ് നെല്ലിശ്ശേരി നന്ദിയും പറഞ്ഞു. പറവട്ടാനി ഫസ്റ്റ് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയാണ്, ഒരുമയോടുകൂടി ഒത്തുണയ്ക്കൊണ്ട് ചെറുപ്പക്കാരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനാ യൂണിറ്റിനെ ആദ്യമായി തന്നെ ഡെപ്യൂട്ടി മേയർ എന്ന നിലയ്ക്ക് പൂർണ്ണമായി ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷപ്രദമായി ഇത്തരത്തിലുള്ള പ്രവണതകൾ ഓരോ ഓണാഘോഷം അല്ലെങ്കിൽ മറ്റുള്ള ഉത്സവം പോലെയല്ല എങ്കിലും കേൾക്കാനുള്ള ഗാനമേളയിലൂടെ കേൾക്കുന്ന സുന്ദരമായുള്ള ഗാനങ്ങൾ ഒരുമിച്ചുകൊണ്ട് നല്ലൊരു പ്രവൃത്തിക്ക് മുതിരുന്ന ജനാവലി ഇനിയും കസേരകൾ ഒഴിഞ്ഞാലും പാട്ട് കേട്ടു തുടങ്ങുമ്പോൾ എല്ലാവരും ഓടിയെത്തും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ഇന്നലെ ഒരു മഴയുടെ ഒരു ലാഞ്ചന ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ആശങ്കയുണ്ട്. എങ്കിലും ഗാനമേള തുടങ്ങുന്നതോടെ എല്ലാം എത്താമെന്നുള്ളത് ഒരു സംവിധാനമായിരിക്കാം അവർക്ക്. പഴകിയ ഭക്ഷണം വിതരണം ചെയ്താൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് AIYF. തൃശൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പഴകിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്താൽ അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് AIYF തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രസ്താവിച്ചു. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ 8 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നായി നിരവധി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയിരുന്നു. എന്നാൽ ഈ വാർത്ത വരുന്ന സമയത്തും ബന്ധപ്പെട്ട ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കുന്ന നിലയിലാണ്. 3ഉം 4ഉം തവണ ഇതേ രീതിയിൽ പിടിച്ചെടുത്ത ഹോട്ടലുകളും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. തൃശൂർ പൂരം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കേവലം വാർത്തയ്ക്ക് വേണ്ടി മാത്രമല്ലാതെ തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ കർശനമായ നടപടികൾ സ്വീകരിച്ച് ബന്ധപ്പെട്ട ഹോട്ടലുകൾ അടപ്പിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടിവരുമെന്ന് AIYF തൃശൂർ മണ്ഡലം സെക്രട്ടറി GM അഖിൽ, പ്രസിഡന്റ് സിബി ജോർജ് കുന്നത്ത് തുടങ്ങിയവർ പ്രസ്താവനയിൽ അറിയിച്ചു. തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ 8ഓളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ആ നടപടിക്ക് ശേഷം വീണ്ടും ആ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പൂരം പോലെയുള്ള 15 ലക്ഷം ആളുകൾ ഒത്തുചേരുന്ന ഈ ഒരു ഏറ്റവും വലിയൊരു ഇവന്റില് ഇത്തരത്തിലുള്ള കാര്യം ഒരിക്കലും അനുവദിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഹോട്ടലുകൾ ഏതായാലും അത് ഇനി തുറന്ന് പ്രവർത്തിക്കാനായിട്ട് AIYF അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 107ാമത് ജന്മവാർഷിക ദിനത്തിന് ബഹുമാനപ്പെട്ട വികാരി റവറന്റ് ഫാദർ ഡേവിസ് ചിറമൽ പതാക ഉയർത്തി. പ്രസിഡന്റ് നോബി മേനാച്ചേരിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ പ്രതിജ്ഞ ചൊല്ലി. കൈക്കാരന്മാരായ ജോണി കുള, സണ്ണി PP, ജോയി പുളിക്കൻ, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി കൺവീനർ ആന്റോ വി മാത്യു, സംഘടനാ ഏകോപന സമിതി സെക്രട്ടറി LC പോളി, AKCCY പ്രസിഡന്റ്
ഷീല സൈമൺ, വിജി സാബു, ഡിജു ദേവസി, ഹാൻസ് വിൽസൺ, ബിജു മേച്ചേരിപ്പടി, ഫ്രാൻസിസ് സേവ്യാർ, ലിൻസൺ തോട്ടാൻ, ലിൻഡോ കെ.എൽ, ബേബി വിയോ, പോളി നെല്ലിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്ന നിലയിലുള്ള എന്റെ ചുമതലകൾ സത്യസന്ധമായും വിശ്വസ്തയോടെയും ലക്ഷ്യബോധത്തോടെയും കൃത്യമായും നിർവഹിക്കുന്നതാണ്. കത്തോലിക്ക വിശ്വാസം ഏറെ സീറോ മലബാർ സഭയോടുള്ള പ്രതിബദ്ധതയും സഭാ അധികാരികളോടുള്ള വിധേയത്വവും ഞാൻ ഏറ്റുപറയുന്നു. മാമോദീസ സ്വീകരിച്ച് ഈശോയുടെ ഭൗതിക ശരീരത്തിൽ പങ്കാളിയായ ഞാൻ ഈശോയെ സമൂഹത്തിൽ പ്രഘോഷിക്കുകയും വിശ്വാസത്തിന് സാക്ഷിയായി തീരുകയും ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കും പ്രബോധനങ്ങൾക്കും അതിരൂപത അധ്യക്ഷന്റെ നിർദ്ദേശങ്ങൾക്കും അനുസരണമായി പ്രവർത്തിക്കുമെന്നും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിലോ അത്തരം സംഘടനകളിലോ പ്രവർത്തിക്കുന്നതല്ലെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര മെയ് 13 മുതൽ 23 വരെ തൃശൂർ ജില്ലയിൽ. മെയ് 18-ന് നടത്തറ മണ്ഡലത്തിൽ എത്തിച്ചേരുന്ന യാത്രയ്ക്ക് നടത്തറ സെന്ററിൽ ഗംഭീര സ്വീകരണം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനുവേണ്ടി മഹിളാ കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിയന്തര യോഗം ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് ഗിരിജ മധു പൊതുവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മുൻ പ്രസിഡന്റും KPCC മെമ്പറുമായ ശ്രീമതി ലീലാമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സുശീല രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പണസമാഹരണത്തിനായി നടത്തുന്ന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടത്തറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഫി ജോണിനെ നൽകിക്കൊണ്ട് ലീലാമ്മ ടീച്ചർ നിർവഹിച്ചു. ജിന്നി ജോയ്, ജോബി ജോൺ, ഷെർലി ജോൺ, ബിന്ദു കാട്ടുങ്കൽ, അംബിക, അമ്പിളി, മിനി വിനോദ്, സുമ രാജൻ, ത്രേസ്യ മുതലായവർ സംസാരിച്ചു. മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിൽ ജൂൺ 13-ന് നടത്തുന്ന ഊട്ടുതിരുനാളിന്റെ ഓഫീസ് വികാരി ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. ഇക്കൊല്ലം ഊട്ടുതിരുനാളിനെ 15,000 പേരെ പ്രതീക്ഷിക്കുന്നതായി ഊട്ടുതിരുനാൾ കൺവീനർമാരായ പോളി നെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ജോണി കൂള, PP സണ്ണി, ജോയ് പുളിക്കൻ തുടങ്ങിയവർ അറിയിച്ചു. പാലിയേക്കര ടോൾ 10 സെക്കൻഡിനുള്ളിൽ കടന്നുപോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണം. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകൻ OR ജെനീഷ് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഹർജി ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞ മാസം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടിരുന്നു. യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിക്കുന്നതിലാണ് ജില്ലാ കളക്ടറുടെ കടുത്ത നടപടി. ദേശീയപാത 544-ൽ ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിൽ 4 സ്ഥലങ്ങളിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സുഗമമാക്കുന്നതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് ഇവിടങ്ങളിൽ ഉണ്ടായത്. ഇതേ തുടർന്നാണ് കളക്ടറുടെ നടപടി. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. രാജ്യത്തെ മികച്ച മാധ്യമ പ്രവർത്തകയ്ക്കുള്ള രാംനാഥ് ഗോയയെ ദേശീയ മാധ്യമ അവാർഡ് ജേതാവ് വടക്കാഞ്ചേരി സ്വദേശിനി ജിഷ എലിസബത്തിന് വടക്കാഞ്ചേരി പൗരാവലിയും കേരള ജേർണലിസ്റ്റ് യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയും പൗരസ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം
CVR ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ സന്ധ്യ കോടങ്കണ്ടത്ത്, V മുരളി, അജിത് കുമാർ മല്ലയ, ശശികുമാർ കോടക്കാടത്ത്, AK സതീഷ് കുമാർ, VV ഫ്രാൻസിസ്, റഷീദ് പാറക്കൽ, PG ജയദീപ്, നിത്യ സാഗർ, PN രാജൻ, സുഭാഷ് പുഴയ്ക്കൽ, V അനിരുദ്ധൻ, PN ഗോകുലൻ, TD ഫ്രാൻസിസ്, CK വേണുഗോപാൽ, സിറാജ് മാരാത്ത്, KA മഹേഷ്, ദിലീപ് കളരിക്കൽ, ജിഷ എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാരുടെ വരുമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത്ര പോലും വരുമാനം ഞങ്ങൾ പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് ഇത് ലഭിക്കുന്നില്ല എന്നും പല മീഡിയകളും അത് കൃത്യമായി വേതനം കൊടുക്കാൻ തന്നെ കഴിയാത്ത സാഹചര്യത്തിലാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന്, വലിയ വലിയ കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ രംഗത്തെ തങ്ങളുടെ കൈപ്പിടിയിലേക്ക് കൊടുക്കുമ്പോൾ പരസ്യം കൊണ്ടും മറ്റ് സൗകര്യങ്ങളെ കൊണ്ടും നിലപാടുകൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്നവർക്ക് നിൽക്കാൻ കഴിയാത്ത, ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തി കീഴടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത്. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം ഒരുപക്ഷെ വിലയ്ക്ക് വാങ്ങപ്പെടുകയോ അതല്ലെങ്കിൽ അപകടപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. തുറന്നെഴുതുന്നവർ, തുറന്നിടപെടുന്നവർ, അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ, ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അത്തരം സാഹചര്യങ്ങളെയൊക്കെ തന്നെ അതിജീവിച്ച് നിൽക്കാൻ, അത്തരം ഇടപെടലുകൾ ഭയമില്ലാതെ നിർവഹിക്കാൻ ജോർജേട്ടന്റെ ആ ഒരു കരുത്ത് നിഷയ്ക്ക് സഹായകരമാകും എന്ന് ഈ ഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോഓർഡിനേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി 1ാം പാദ അവലോകന യോഗം ചേർന്നു. കേന്ദ്രവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി അവലോകനം നടത്തുന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 2025-26 സാമ്പത്തിക വർഷത്തിലെ 1ാം പാദ യോഗം ചേർന്നു. തൃശൂർ ജില്ലാ കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന യോഗത്തിന് കമ്മിറ്റി ചെയർമാനും പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പ് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ അവലോകനം നടത്തുകയും നടപ്പ് സാമ്പത്തിക സംവിധാനങ്ങളിലെ പോരായ്മകൾക്കുള്ള പരിഹാരം കണ്ടെത്തി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിവിധ ജില്ലാതല നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, കോർപ്പറേഷൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ, സെക്രട്ടറിമാർ, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. PAU പ്രൊജക്ട് ഡയറക്ടർ TG അഭിജിത്ത് സ്വാഗതം പറഞ്ഞു. പുത്തൻകാട് മുത്താർകുന്ന് ശ്രീ മുത്താർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെയും ഗുരുതി മഹോത്സവത്തിന്റെയും കൊടിയേറ്റ് ചടങ്ങ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നീ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി സലീഷ് ES, കീഴ്ശാന്തിമാരായ ആകാശ്, ഋഷികേഷ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ തട്ടകക്കാർ ചേർന്ന് കൊടിയേറ്റ് ചടങ്ങ് നടത്തി. തുടർന്ന് സോപാന സംഗീതത്തിൽ വേൾഡ് റെക്കോർഡ് നേടിയ സംഗീത ശിവശങ്കരൻ, ത്രിലോകനാഥ് R എന്നിവരുടെ സോപാന സംഗീതവും മംഗമാരുടെ വീരനാട്യവും ഉണ്ടായിരുന്നു. മെയ് 9-നാണ് പ്രതിഷ്ഠാദിന ആഘോഷം. അന്നേ ദിവസം ഗജവീരന്റെ അകമ്പടിയോടെയുള്ള കുരുതി ഘോഷയാത്ര, പാണ്ടിമേളം, വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെയുള്ള കാവടിവരവ് എന്നിവ ഉണ്ടായിരിക്കും. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ ബിജി ബാലൻ കള്ളാട്ടത്തിൽ, സനീഷ് പുല്ലാനിക്കൽ, കൃഷ്ണകുമാർ KR, നിതിൻ വെളിയത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. Shula Delida
കവിതെ അവളുടെ നെഞ്ചിൽ അംഗഭംഗ കഥകൾ വിവരിച്ച് കോപിച്ചവൻ കരുതി കരുതി രാമ കരുതി കരുതി രാമ രാമ കേമ നിൻ അന്ത്യകാലമീ ഞാനടാ രാമ കേമ നിൻ അന്ത്യകാലമീ ഞാനടാ. മധ്യവയസ്കൻ കുഴഞ്ഞു വീണ് മരിച്ചു. പുന്നമ്പറമ്പ് തേറാടൻ വീട്ടിൽ പരേതനായ പാപ്പുവിന്റെയും റോസയുടെയും മകൻ ജോർജാണ് മരണമടഞ്ഞത്. 57 വയസ്സായിരുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും അമ്പലപ്പാട്ട് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന കുട്ടൻ മച്ചാടിന്റെ സഹോദരി ഭർത്താവാണ്. ഭാര്യ സെലിൻ, മക്കൾ മരിയ, ജിനി, മരുമകൻ മെൽവിൻ. സംസ്കാരം നാളെ കാലത്ത് 10-ന് മച്ചാട് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന് ആയിരങ്ങൾ സാക്ഷിയായി. സാക്ഷാൽ വെടിക്കെട്ട് 7-ന് പുലർച്ചെ. തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി നടത്തുവാൻ ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ദേവസ്വങ്ങളും ഒരുങ്ങിയതായി മന്ത്രിമാർ. തിരുവമ്പാടി പാറമേക്കാവ് ചമയ പ്രദർശനം മന്ത്രിമാരായ സുരേഷ് ഗോപി, കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര സെന്റ് ജോസഫ് പള്ളിയിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പുത്തൻകാട് മുത്താർകുന്ന് ശ്രീ മുത്താർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെയും ഗുരുതി മഹോത്സവത്തിന്റെയും കൊടിയേറ്റ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.